കഞ്ഞിക്കുഴിയിലെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുബകേശന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ 15 ഏക്കറിലാണ് കൃഷി. കൃഷിയുടെ വിളവെടുപ്പ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവശ്യത്തിന് പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നത്. ആ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഏതാണ്ട് നമ്മളിപ്പം ഈ മഴയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നല്ല രൂപത്തിലേക്ക് പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓണമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് പകുതിയോളം പച്ചക്കറി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓണത്തിന് പൂക്കൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇഷ്ടം പോലെ പൂക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതല്ല, കേരളത്തിലെ എല്ലായിട സ്ഥലങ്ങളിലും ഇതേപോലുള്ള ജമന്തി പൂവായാലും മറ്റ് മുല്ലപ്പൂവായാലും ഒക്കെ ഇപ്പോൾ നല്ല രൂപത്തിൽ കൃഷിക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ മാതൃകാപരമായി നമ്മുടെ ഈ സിൽക്കിൻ്റെ സ്ഥലത്ത് കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി നമ്മുടെ സുബകേശൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പൂക്കൃഷി നടക്കുകയാണ്. ഇത്തവണയും ഓണത്തിന് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് ആവശ്യത്തിന് പൂ നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പൂ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കെ കുമാരൻ പെയിൻ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെയും സിൽക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകിച്ച് സുബകേശനെയും ഒക്കെ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിച്ചത്. അഞ്ചിനം ചെണ്ടുമല്ലിയുടെ 5000 ചുവടാണ് ഇവിടെ പരിപാലിക്കുന്നത്. ഫോട്ടോഷൂട്ടിനും വീഡിയോഗ്രാഫിക്കും തിരക്കേറുകയാണ്. അത്തന്നാളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ പാലിയേറ്റീവ് ട്രഷറർ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, കർഷകൻ സുബകേശൻ, സിൽക്ക് ജനറൽ മാനേജർ ഷാൽവിൻ, യൂണിയൻ പ്രതികളായ സുരേഷ്, സുനീഷ്, കൃഷി അസിസ്റ്റന്റ് സുരേഷ് എന്നിവർ പങ്കെടുത്തു. വിഷരഹിത പൂക്കൾ ന്യായവിലയ്ക്ക് ഇവിടെ നിന്ന് വിൽപ്പനയുണ്ട്. വിപുലമായ അത്തപ്പൂക്കള മത്സരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.